അങ്ങ് വെള്ളാപ്പള്ളിയെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിനെതിരെ താങ്കൾ പ്രതിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതേ വെള്ളാപ്പള്ളിയെ കാറിൽ കൊണ്ടുപോയി ഇവിടുത്തെ നവോത്ഥാന നായകനാക്കുന്ന താങ്കളുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു വാക്ക് വിമർശിക്കാനുള്ള ചങ്കൂറ്റം ഈ വേദിയിൽ താങ്കൾ കാണിക്കുമോ എന്നുള്ളതാണ്. പുറത്ത് പിടിച്ച് ഈ അടുത്ത അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയ സമയത്ത് ശ്രീ ശിവൻകുട്ടിയും ചിന്താ ജെറോമും മുകേഷും ഉൾപ്പെടെയുള്ളവർ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടത്, താങ്കളുടെ പാർട്ടിയിൽ നിന്നുള്ളവർ മാത്രമാണ് അദ്ദേഹത്തെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടത് എന്നുള്ളത് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് പത്മഭൂഷൺ കിട്ടിയപ്പോ രണ്ടുപേർ അതിനെ അംഗീകരിച്ച് അഭിനന്ദിച്ചെന്തോ പോസ്റ്റ് ഇട്ടു. ഞാൻ ആ പോസ്റ്റ് ഒന്നും കണ്ടിട്ടില്ല. വേറെ ആരും അത് അംഗീകരിച്ചിട്ടില്ല എന്നാണ് അങ്ങ് പറഞ്ഞത്. അപ്പൊ അങ്ങേക്കാണ് അങ്ങ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ഈ പരിമിതി ഉള്ളത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. കാരണം അദ്ദേഹത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറിയെ ഈ പുരസ്കാര ലബ്ധിയിൽ അഭിനന്ദിച്ച് അഭിപ്രായം പറഞ്ഞ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ നേതാവിന്റെ പേര് VD സതീശൻ എന്നാണ്. അത് കാണാതെ പോയെങ്കിൽ അത് നിർഭാഗ്യകരം. അങ്ങ് കാണാൻ ശ്രമിക്കുക. കാണാൻ ശ്രമിച്ചാൽ അങ്ങക്ക് കാണാൻ പറ്റും. ഒപ്പം പാർലമെന്റിൽ പ്രസംഗം നടത്തിയതിനു ശേഷം നേരെ പോയി വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഗാഠാലിംഗനം ചെയ്യുന്നതിൽ ഒരു തകരാറും കാണാത്ത അങ്ങ് സർക്കാർ ഗസ്റ്റ് ഹൌസിൽ നിന്ന് 150 മീറ്റർ അകലെയുള്ള പൊതുപരിപാടിയുടെ വേദിയിലേക്ക് സുരക്ഷാ കാരണങ്ങളാൽ മുഖ്യമന്ത്രിയുടെ കാറിന് മാത്രമേ പോകാൻ അനുവാദമുള്ളൂ എന്ന നിലയിൽ 86 വയസ്സായ ഒരാൾ ഈ കാറിൽ കയറിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് നിലപാടിലുള്ള ചോർച്ചയാണെന്ന് പറയുന്നതിനെ ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കുന്നില്ല.